Welcome back to another vlog, guys. അപ്പോൾ ഗായ്സ് ഇന്ന് ചൊവ്വാഴ്ചയാണ് 24 ഡിസംബർ. അപ്പോൾ നമ്മളിത് നേരെ വിളിക്കുമ്പോൾ തന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. ചെറിയ ഒരു ഡ്രിസിൽ റെയിനാണ്, ചാറ്റൽ മഴ എന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് അശോക് പില്ലറിൻ്റെ അവിടെയാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ വാണകരത്തേക്ക് പോവാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു സാധനം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മറൈമാൽ നഗർ വരയ്ക്കും പോകണം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ CPW ക്വാർട്ടേഴ്സാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവരുടെ അപ്പാർട്ട്മെൻറ്റ്സൊക്കെയാണ്, ഫ്ലാറ്റുകളൊക്കെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സാണ്. സോറി. അപ്പോൾ നമ്മൾ ഇപ്പോഴും മഴയ്ക്ക് കുറവില്ല, ചെറുതായിട്ട് ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്. നമ്മൾ KK നഗർ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തി. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സിവൻ പാർക്കാണ്. അപ്പോൾ നേരെ പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. അപ്പോൾ അതേ വീണ്ടും മഴ ലേശം ഇങ്ങനെ ഒന്നും കൂടി വരുന്നു. അപ്പോൾ അതേ നമ്മൾ ആർക്കാട്ട് റോഡിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ആർക്കാട്ട് റോഡിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടുള്ളത് വാനകരത്താണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ഊണുമേശയാണ് നമുക്ക് കേട്ടേണ്ടത്. അപ്പോൾ അതേ ഗൈസ് നമ്മൾ വാനകരത്ത് എത്താറായി. നമുക്ക് ഇവിടെ നിന്നാണ് മേശ കയറ്റേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പോകാനുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് പോകണം നമുക്ക്. അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഏതാണ്ട് ലോഡൊക്കെ കയറ്റേണ്ട വീടിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ ലോഡൊക്കെ കയറ്റി നമ്മളിപ്പോൾ മറൈമാൽ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറൈമാൽ നഗർ ഇവിടുന്ന് ഏകദേശം ഒരു 39-40 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 27 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബൈപ്പാസിലേക്ക് നമ്മൾ കയറും. അങ്ങനെ നമ്മൾ ബൈപ്പാസ് കയറിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയും പോയി കഴിഞ്ഞാൽ നമുക്ക് ടോളും കൂടിയും അടയ്ക്കാനുണ്ട്. ഇതാ ടോൾ. അപ്പോൾ നമ്മൾ ടോളൊക്കെ കൊടുത്ത് നമുക്ക് ടോളിന് ഇനി ഒരു 500 മീറ്ററും കൂടിയുണ്ട്. അപ്പോൾ ടോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഗൈസ്. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മഴ പെയ്തിട്ടുള്ളത് കൊണ്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ വണ്ടലൂർ ലേക്കാണത്. അപ്പോൾ വണ്ടലൂരിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ ഈ ബൈപ്പാസൊക്കെ ഇറങ്ങി നമ്മൾ മറ്റേ സേലം ബൈപ്പാസിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരൊറ്റ സ്ട്രൈറ്റ് സേലം കന്യാകുമാരി റോഡാണത്. പല വഴിയിലേക്കും തിരിയും ഈ റോഡ്. ഇനിയിപ്പോൾ നമ്മളിത് ഗൂഡുവാഞ്ചേരിയുടെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്ററും കൂടിയുണ്ട് മറൈമാൽ നഗർ. അപ്പോൾ നമ്മളിത് SRM പോത്തേരി കഴിഞ്ഞ് SRMൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ മറൈമാൽ നഗറിൻ്റെ അടുത്തൊക്കെ ഏതാണ്ട് എത്തി തുടങ്ങി. ഇനിയിപ്പോൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ആകെ ഇപ്പോൾ 1 കിലോമീറ്ററോളം. അപ്പോൾ അതൊക്കെ നമ്മളവിടെ ലോഡ് ഏതാണ്ട് ഇറക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ എത്തി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദൂരം, ജസ്റ്റ് 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രം. അപ്പോൾ അത് ഇറക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് നമ്മൾ ലോഡൊക്കെ ഇറക്കി അടുത്ത ലോഡ് കയറ്റി നമ്മൾ ഇവിടെ നിന്ന് ഏടാന്നറിയോ, പിള്ളവാക്കം എന്ന് പറയും, ശ്രീപെരുമ്പത്തൂർ അവിടേക്കാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് നമ്മൾ ടേണൊക്കെ എടുത്ത് വന്നതാണ്. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമുക്ക് റെയിൽവേ ക്രോസ് ചെയ്ത് പോകണം. ഇതൊക്കെ ഏറ്റവും ബിസിയസ്റ്റ് റെയിൽവേ ട്രാക്കാണ്. ഭാഗ്യത്തിന് ഇന്ന് ഓപ്പണായി കിട്ടി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാത്തു കിടക്കണം. അപ്പോൾ നമ്മൾ ഇടവഴിക്കൂടെയൊക്കെയാണ് പോണത്. കറങ്ങന്മാർ റോട്ടിലിങ്ങനെ ചാടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ സമയം ഏതാണ്ട് 2:45-3 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ്, ഒരു ക്ലൗഡി ക്ലൈമറ്റും. ഇപ്പോൾ ആ ഡ്രിസിലൊന്നും ഇല്ല, മഴയുടെ ഇതൊന്നും ഇല്ല. നല്ല മലയും നല്ല പച്ചപ്പും. അപ്പോൾ തന്നെ നമ്മൾ കാഞ്ചിപുരം ബൈപ്പാസിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനി ശ്രീപെരുമ്പത്തൂർ ബാംഗ്ലൂർ ബൈപ്പാസാണെന്ന്. ഇവിടെ നിന്ന് നമുക്ക് ശ്രീപെരുമ്പത്തൂർ ബൈപ്പാസല്ല, ശ്രീപെരുമ്പത്തൂർ ഒറകടം ബൈപ്പാസാണത്, കാഞ്ചിപുരം അല്ല. അപ്പോൾ അത് നമ്മൾ ബൈപ്പാസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യ സ്ഥലത്തേക്ക് ഒരു 18 കിലോമീറ്ററും കൂടിയുണ്ട്. ഒറകടം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അപ്പോൾ അത് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് ശ്രീപെരുമ്പത്തൂരൊക്കെ എത്തി തുടങ്ങി. നമ്മൾ ശ്രീപെരുമ്പത്തൂരിൽ നിന്ന് നമ്മൾ കുണ്ട്രത്തൂർ റോട്ടിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ നേരെ പോണ കണ്ടെയ്നർ പോണുണ്ടോ ആ റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഇനി ജസ്റ്റ് ഒരു 1.5 കിലോമീറ്ററും കൂടിയും. അപ്പോൾ അതേ നമ്മൾ ലോഡൊക്കെ കയറ്റി നമ്മൾ ഇറക്കേണ്ട സ്ഥലത്ത് എത്തി തുടങ്ങിയിട്ട് ഈ കാണുന്ന കമ്പനിയാണ്. പക്ഷേ ഈ കാണുന്ന കമ്പനിയിലേക്ക് മെയിൻ ഗേറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകണം. നേരെ പോയിട്ട് മെയിൻ ഗേറ്റിൽ പോയിട്ട് ബില്ലും കൊടുത്ത് വണ്ടി എൻട്രിയുടെ പാസ്സൊക്കെ എടുത്തതിന് ശേഷം മാത്രം വണ്ടി എൻട്രി ഉള്ളവർ
അപ്പോൾ ഇതേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കണം. ഇനിയിപ്പോൾ ഗേറ്റിൽ പോയിട്ട് നമ്മൾ ബില്ല് പാസ് ചെയ്യണം, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ബില്ലൊക്കെ എടുത്തു. നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് ലക്ഷ്യമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗേറ്റിൽ നിന്ന് ആ ലോഡൊക്കെ ഇറക്കി നമ്മൾ വേറെ ഒരു ലോഡ് എടുത്ത് നമ്മൾ അയ്യപ്പന്താങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പോറൂരിൻ്റെ അടുത്ത്. അപ്പോൾ ഇതൊക്കെ മഴ പെയ്തിട്ട് ഇങ്ങനെയൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ഇത് കുണ്ടത്തൂർ ശ്രീപെരുമ്പത്തൂർ ബൈപ്പാസാണത്, ഹൈവേ ആണത്. ഇപ്പോൾ നമ്മുടെ ഇറക്കേണ്ട സ്ഥലത്തേക്ക് 26 കിലോമീറ്ററും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് സന്ധ്യയായി തുടങ്ങി. സമയം ഇപ്പോൾ 6 മണിക്ക് ആയി. അപ്പോൾ ഇത് ഗൈസ് നമ്മൾ സമയം ഇപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്കൊക്കെ എത്തി തുടങ്ങി. അയ്യപ്പത്താങ്കലിൻ്റെ അവിടേക്ക് എത്തി. ഇത് കുണ്ടത്തൂർ റോഡാണ്. ഇനി ഇവിടെ നിന്ന് ആകെ ഒരു 1.5 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഇത് ഇറക്കിയിട്ട് കാണുകയല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇറക്കിയെടുക്കണം. അപ്പോൾ അതേ നമ്മൾ ലോഡൊക്കെ ഇറക്കി നമ്മൾ വീടിൻ്റെ അവിടേക്ക് എത്താറായില്ല, വീടിൻ്റെ അവിടേക്ക് ഇനി. So hope you guys all enjoy the today's vlog and see you on next vlog. Till then, happy advance to everyone. Till then, bye bye.